ആസ്പിറൻസ്. അപ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും ചെറിയ തോതിൽ പേടി തരുന്ന ഒരു ബാങ്ക് എക്സാം സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇംഗ്ലീഷിന് നമുക്കിനി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ 4 സിമ്പിൾ ട്രിക്ക് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് പറഞ്ഞാലോ. അതെ, 4 സിമ്പിൾ ട്രിക്കിലൂടെ എറർ സ്പോട്ടിംഗ്, RC, വൊക്കാബ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് വേഗത്തിലൊന്ന് നോക്കിപ്പോ. ഓക്കെ, സോ ഫസ്റ്റ് ട്രിക്ക് നോക്കുകയാണെങ്കിൽ സ്പോട്ട് ദി എറർ എന്നാണ് ഈ ട്രിക്കിനെ വിളിക്കുക ഞാൻ. അതായത് ഒരു എറർ സ്പോട്ട് ചെയ്യാൻ ഒരു ഫോർമുല ഉണ്ട്. ഭയങ്കര സിമ്പിൾ ആണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. അതൊന്നും കൂടെ റിവിഷൻ ചെയ്യണമെന്ന് കേട്ടിട്ടുള്ളവർ വിചാരിച്ചാൽ മതി. സബ്ജക്ട് വെർബ് എഗ്രിമെന്റും ടെൻസും പ്രപ്പോസിഷനും ഏറ്റവും കൂടുതൽ ക്വസ്റ്റനിൽ ശ്രദ്ധിക്കുക. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ടെൻസ്, പ്രപ്പോസിഷൻ ഈ 3 ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റനിൽ തെറ്റാൻ ചാൻസ് ഉള്ള ആൾക്കാർ. SVTP എന്നാണ് ഈ ഫോർമുലയെ നമ്മൾ വിളിക്കുക ഇംഗ്ലീഷിൽ. സി neither of the boys were selected. ഇവിടെ ഇത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം neither സിംഗുലർ ആണ്, സോ വേർ എന്താവണം, was ആവണം. കറക്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു സെന്റൻസ് കിട്ടിയാൽ അതിനെ ബ്രേക്ക് ചെയ്യുക. അതിന്റെ സബ്ജക്റ്റിന് ആദ്യം നിങ്ങൾ നോട്ടീസ് ചെയ്യുക. സബ്ജക്ട് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, ഏറ്റവും എളുപ്പം ഒരു ക്വിക്ക് ടിപ്പ് കൂടെ തരാം. നിങ്ങൾ ഒരു ഹെൽപ്പിംഗ് വെർബ് ആ സെന്റൻസിൽ കാണുകയാണെങ്കിൽ ഹെൽപ്പിംഗ് വെർബിനെയും സബ്ജക്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എറർ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ അല്ല എറർ എങ്കിൽ ടെൻസിലോ പ്രപ്പോസിഷനിലോ ആയിരിക്കും. സോ SVTP റൂൾ നിങ്ങൾ മറക്കാതിരുന്നാൽ ഫസ്റ്റ് ട്രിക്കിൽ നിങ്ങൾക്ക് ഒരുപാട് എറർ സ്പോട്ട് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും പറ്റും. ഇനി രണ്ടാമത്തെ ട്രിക്ക്, അത് വൊക്കാബുലറി നമുക്ക് റൂട്ട് വേർഡ് വെച്ച് പഠിക്കാം എന്നുള്ളതാണ്. ഇത് ഒരുപാട് നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. ഉടനെ തുടങ്ങണം. ബെനി എന്ന് വെച്ചാൽ ഗുഡ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് റൂട്ട് വേർഡ് അറിയുന്ന ഒരാൾക്ക് ബെനിഫിറ്റ്, ബെനവലന്റ്, ബെനിൻ എന്ന് പറഞ്ഞ ഈ 3 വാക്കുകളിലും നല്ല വാക്കുകളാണെന്ന് മനസ്സിലാക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ടോണിലുള്ള വാക്കുകളാണെന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും. ഗുഡ് റിസൾട്ട്, ഗുഡ് ഹാർട്ടഡ്, ജെന്റിൽ, നോട്ട് ഹാംഫുൾ. സോ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ നല്ലത് എന്നൊരു മീനിങ് ഉള്ള റൂട്ട് വേർഡ് ആണിത്. അപ്പം ഇത് വെച്ചിട്ട് വേർഡ് യൂസേജ്, വേർഡ് ഇംപ്രൂവ്മെന്റ്, ക്ലോസ് ടെസ്റ്റ്, ഫില്ലർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റില്ലേ എലിമിനേഷൻ ടെക്നിക്കിലൂടെ. അപ്പോൾ റൂട്ട് വേർഡ്സ് പഠിക്കാൻ ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് 3-3-ലധികമോ വാക്കുകൾ ഓരോ ദിവസം നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം. സോ ഇപ്പൊ തന്നെ 10 സെക്കൻഡിൽ നമ്മൾ ഈ 3 വാക്കുകളും നല്ല വാക്കുകളാണെന്ന്, പോസിറ്റീവിനുള്ള വാക്കുകളാണെന്ന് മനസ്സിലാക്കില്ലേ? അതുപോലെ ഇനി അടുത്ത ട്രിക്ക്, മൂന്നാമത്തെ ട്രിക്ക് അതിലും സിമ്പിൾ ആണ്. RCയെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം. ഇത് ഞാൻ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും പറയുന്നു. എപ്പോഴും സ്കിം ചെയ്ത് പാസേജ് വായിക്കാൻ ശ്രമിക്കുക. റിവേഴ്സ് ആയിട്ട് പോവുക. ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുക, കീവേഡ്സ് നോട്ട് ചെയ്യുക, അതിനുശേഷം പാസേജ് വായിക്കുക. കീവേഡ്സ് നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കീവേഡ്സിന് വേണം പാസേജുമായിട്ട് മാച്ച് ചെയ്യാൻ. സെന്റൻസ് നോക്കി പോകരുത്. പല കുട്ടികളും സെന്റൻസ് നോക്കി പോകുന്നത് കൊണ്ട് തന്നെ ആൻസർ കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. വൈ ഡിഡ് ദ ഓഥർ മെൻഷൻ റെയിൻ ഫോറസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നു. നിങ്ങൾ റെയിൻ ഫോറസ്റ്റ് നോക്കി പാസേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. പക്ഷേ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടഫ് ആയിരിക്കും ആൻസറിലേക്ക് എത്താൻ. സോ നിങ്ങൾ ടൈം സേവ് ചെയ്യാനും റീഡിംഗ് ബെറ്റർ ആക്കാനും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് റീഡിംഗ് ബെറ്റർ ആക്കാൻ റീഡിംഗ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ടൈം സേവ് ചെയ്യാൻ ഇങ്ങനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് റൂൾ, 1 minute വേർഡ് ബൂസ്റ്റർ. ദിവസവും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വരുന്ന എക്സാമിന് കൂടുതലും ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്ന പാടുള്ള വൊക്കാബുകൾ, നിങ്ങൾ ചെയ്ത മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് പാടായി തോന്നിയ വാക്കുകൾ എടുക്കുക. ഒരു ആന്റണിയും ഒരു സിനോണിം വെച്ച് പോവുക. സോ ഇതിപ്പോൾ ഹൈ ഫ്രീക്വൻസി എക്സാം വേണമെന്ന് ഞാൻ വിളിക്കുന്ന ഒരു 5 വാക്കുകളാണ്. ലൂസിഡ്, ആംബിഗസ്, പ്രൂഡന്റ്, ടീഡിയസ്, അബ്സ്റ്റെയിൻ എന്ന് പറയുന്ന 5 വാക്കുകൾ. ഇവരെ നിരന്തരം മിക്കവാറും ഒക്കെ നമുക്ക് എക്സാമിനകത്ത് അല്ലെങ്കിൽ മോക്കുകൾക്കകത്ത് കാണാനായിട്ട് സാധിക്കും. ഇവരുടെ എല്ലാവരുടെയും മീനിങ്ങും സിനോണിമും ആന്റണിമും ഞാൻ വെച്ചിട്ടുണ്ട്. ലൂസിഡ് ക്ലിയർ, സിനോണിം ട്രാൻസ്പെറന്റ്, ആന്റണിം കൺഫ്യൂസിംഗ്. Ambiguous, unclear, synonym vague, antonym clear. Prudent, wise, synonym sensible, antonym careless. Tedious, boring, synonym dull, antonym exciting. Abstain, avoid, synonym refrain, antonym indulge. കണ്ടോ? 5 ഹൈ ഫ്രീക്വൻസി എക്സാമ്പിൾസ്. അപ്പൊ എപ്പോഴും എക്സാം ചെയ്യുമ്പോൾ, മോക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന നിങ്ങൾക്ക് അറിയാത്ത വൊക്കാബുകൾ എഴുതി വെച്ച് അതിന്റെ ഒരു മീനിങ്ങും ഒരു സിനോണിമും ഒരു ആന്റണിമും എഴുതി വെക്കുക. അങ്ങനെ കുറച്ച് അത്യാവശ്യം പഠിച്ചാൽ തന്നെ എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ 4 ട്രിക്കും ആയില്ലേ? ഇനിയും ഇതുപോലെ ട്രിക്കുമായിട്ട് വരുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് ബാങ്ക് എക്സാമിനെ കുറിച്ച് ഒന്നും അറിയില്ല, ബിഗിനർ ആണ്, സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ റെഗുലർ ബാച്ചായ RRB PO ക്ലർക്കിന്റെ റാങ്കേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്ക് വരാൻ പോകുന്ന എല്ലാ ബാങ്ക് എക്സാംസിന് വേണ്ടി പഠിക്കാം. കാരണം സിലബസ് സെയിം ആണ്. ക്വാണ്ടും, റീസണിങ്ങും, ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ഒക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ ഉറപ്പായിട്ടും ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. 6,999 മാത്രമാണ് ഫീസ് വരുന്നത്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. ഇനി അതിന്റെ കൂടെ നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണ്, ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, ഒന്ന് പോളിഷ് ചെയ്താൽ മതി, ഒന്ന് മിനുക്കി എടുത്താൽ മതി എങ്കിൽ ബാങ്ക് റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. 5499 ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വന്ന് പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ റണ്ണിംഗ് ആയിട്ടുള്ള ഓഫ്ലൈൻ ബാച്ചിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്ന് ജോയിൻ ചെയ്യാം. 20,000 രൂപയാണ് ഫീസ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇവിടെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല, ഈ കാണുന്ന വീഡിയോയുടെ താഴെയുള്ള ഗൂഗിൾ ഫോം ഉറപ്പായിട്ടും ഫിൽ ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസും എൻക്വയറിക്കും വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് തന്നെ വിളിച്ച് ഞങ്ങളുടെ ടീം സംസാരിക്കുന്നതായിരിക്കും.
സോ മറക്കണ്ട. മാത്രമല്ല ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ വർക്ക്ഷോപ്പ് വരെയാണ്. ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പുമായിട്ട് നമ്മൾ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വരികയാണ്. അതിന്റെ ആദ്യഘട്ടം എന്നോണം തൃശ്ശൂരിലേക്കാണ് എത്തുന്നത് മെയ് 12-ാം തീയതി. അപ്പോൾ മറക്കാതെ എല്ലാവരും ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ തൃശ്ശൂർ ഉണ്ടാവണം. ഇനി ഇംഗ്ലീഷുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എല്ലാ ഡൗട്ടുകളും നിങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ട്രിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.